എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ലീ ആവട്ടെ വെള്ളമടിച്ച് പാമ്പായിട്ട് നിൽക്കുകയാണ്. ലീ വില്ലന്റെ മേത്തേക്ക് ചാടി വീഴും. എന്നിട്ട് രണ്ടുപേരും പരസ്പരം മൽപ്പിടുത്തം. ലീ അവനെ പിടിച്ച് വലിച്ച് കൂമ്പിന് അഞ്ചാറടി അവന്റെ കത്തി മേടിച്ച് തല്ലി പൊട്ടിച്ച്. അപ്പൊ വില്ലന്റെ കിളി പോയിട്ട് ഇവൻ എന്തു പറ്റി, ഭ്രാന്തായോ എന്നും പറഞ്ഞ് അവനെ തന്നെ നോക്കി നിൽക്കും. ഇനി അവനെങ്ങാനും കുടിച്ച മരുന്നില് എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ, എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ലീ ആവട്ടെ, എനിക്കെന്താ പറ്റിയേ, എനിക്ക് നിന്നെ നാലായിട്ട് കാണുന്നു, എന്റെ തല അത് പെരുത്ത് കയറുന്നു എന്നൊക്കെ പറഞ്ഞ് ലീ വീണ്ടും നമ്മുടെ വില്ലനെ എടുത്ത് ഇണ്ടനടിക്കാൻ തുടങ്ങും. അങ്ങനെ ആടി ആടി നിൽക്കുമ്പോ അവൻ പടയെന്ന് പറഞ്ഞ് താഴേക്ക് വീഴും. എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കി ലീ കൂർക്കം വലിച്ചുറങ്ങുമ്പോ അപ്പൊ വില്ലൻ കെമിമാരു കറക്റ്റ് സമയം. ഈ ഉറക്കത്തിൽ തന്നെ ഇവന്റെ കഥ കഴിക്കാം. വില്ലൻ കത്തിയെടുത്ത് വീശാൻ നിൽക്കുമ്പോ കറക്റ്റായിട്ട് ലീ ആവട്ടെ അവന്റെ പുറകെ വന്ന് ഒരൊറ്റ ഇടി കൊടുക്കും. അയ്യോ പറ്റിച്ചേ എന്ന് പറഞ്ഞ് വില്ലനെ വീണ്ടും എടുത്തിട്ട് പഞ്ഞിക്കിടും. വാവ്, നീ ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ചല്ലേ? അങ്ങനെയൊന്നും ഞാൻ ഉറങ്ങില്ല. ഇതാണ് ലീഫ് വില്ലേജ് നിഞ്ച ടെക്നിക് എന്ന് പറഞ്ഞ് അവനവന്റെ മാസ്റ്ററിനെ ഓർത്ത് തംസപ്പ് അടിക്കും. എന്നിട്ട് വീണ്ടും കറങ്ങിയടിച്ച് താഴെ വീണ് കൂർക്കം വലിക്കാൻ തുടങ്ങും. അപ്പൊ വീണ്ടും വില്ലൻ ഇത് തന്നെ അവസരം, കൃത്യമായിട്ട് ഈ സമയത്ത് അവനെ കുത്തിക്കൊല്ലാന്നും പറഞ്ഞ് അവനാ കത്തി നീട്ടിപ്പിടിച്ച് ഇപ്പൊ വീണ്ടും അവന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ പെട്ടെന്ന് ലീ ആവട്ടെ തല കുത്തി അങ്ങോട്ട് നിൽക്കും. ഇതെന്ത് പ്രാന്താടോന്നും പറഞ്ഞ് നമ്മുടെ വില്ലൻ ഞെട്ടി നിൽക്കുമ്പോ അവൻ കറങ്ങി വന്ന് ഒരൊറ്റ അടി. എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഞാൻ ഞങ്ങളുടെ വില്ലേജിലെ ഏറ്റവും വലിയ നിഞ്ചയാണെന്നും പറഞ്ഞ് വീണ്ടും അവൻ താഴേക്ക് വീഴും. അപ്പൊ വില്ലന് എന്തോ ഒരു ഡൗട്ട് തോന്നി. അവൻ കഴിച്ച ആ ഒരു കുപ്പി എടുത്ത് മണത്ത് നോക്കും. ഓ, അപ്പൊ ഇത്ര നേരവും ഇവൻ സർക്കസ് കളിച്ചത് വെള്ളം അടിച്ചിട്ടാണോ? ഓക്കെ, ഇനി നിന്നെ വിടുന്ന പ്രശ്നമില്ലാന്നും പറഞ്ഞ് അവൻ വീണ്ടും കത്തിയെടുത്ത് റെഡി ആവുമ്പോ ഇവിടെ നാറയാവട്ടെ അവന്റെ മുഴുവൻ ശക്തിയെടുത്ത് ഭയങ്കരമായിട്ട് ഇപ്പൊ വില്ലത്തിയുമായിട്ട് ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ നാറയുടെ പവർ ഇപ്പൊ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത കിബയാവട്ടെ അവന്റെ പട്ടിക്കുട്ടിയുമായിട്ട് ഒരുപാട് നേരം അലഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു കരയിൽ വന്നെത്തിയിരിക്കുകയാണ്. അവൻ കഷ്ടപ്പെട്ട് വയറ് പൊത്തിപ്പിടിച്ച് അവന്റെ പട്ടിക്കുട്ടിയുമായിട്ട് ഇപ്പൊ അതുവഴി നടക്കാൻ തുടങ്ങും. ഇവിടെ വില്ലൻ കിമിമാരോ ആവട്ടെ അവന്റെ കത്തിയെടുത്ത് ലീയുടെ മുഖത്തിന്റെ തുമ്പത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇവന്റെ കാറ്റ് പോയെന്നും പറഞ്ഞ് വില്ലനാവട്ടെ കത്തിയെടുത്ത് അവന്റെ മോന്തയ്ക്ക് ഒരൊറ്റ കുത്ത്. പക്ഷേ ലീ അവൻ അങ്ങനെ മുഖം തിരിക്കുമ്പോ കത്തി നിലത്ത് കുത്തും. വീണ്ടും കത്തി ഊരി ലെഫ്റ്റ് സൈഡിൽ കുത്തുമ്പോ അവൻ റൈറ്റ് സൈഡിലേക്ക് മോന്ത വെട്ടിക്കും. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കെമിമാരു കത്തിയെടുത്ത് അവന്റെ നെഞ്ചി കുത്താൻ പോകുമ്പോ പെട്ടെന്ന് ലീ ചാടി ആ കത്തി അങ്ങനെ തന്നെ ലോക്ക് ചെയ്ത് പിടിക്കും. ലീ വീണ്ടും എഴുന്നേറ്റ് വന്ന് അവന്റെ ചങ്കത്ത് കുത്തി തൊഴിച്ച് താഴെ എറിയും. ഞാൻ കംഫർട്ടായിട്ട് ഉറങ്ങുകയാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. നമ്മുടെ ആള് ഉറക്കത്തിലാണ് ഇത്രയും മാസമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ലീ അവസാനമായിട്ട് കറങ്ങി വന്ന് അവനെ അടിച്ചു തെറിപ്പിക്കും. അതിനുശേഷം ഭരതനാട്യം കളിക്കാൻ തുടങ്ങും. വില്ലൻ എന്താ സംഭവിച്ചെന്ന് അറിയാതെ ഞെട്ടി നിൽക്കുമ്പോ നമ്മുടെ ലീ കുട്ടപ്പന്റെ മൂവ്മെന്റ്സ് അവനിപ്പോ കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല. കട്ട് ചെയ്താ ഇവിടെ മൈഗയാവട്ടെ വീണ്ടും റെസ്റ്റോറന്റിൽ എന്താ സംഭവിച്ചെന്ന് ആന്റിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവൻ വെള്ളമാണെന്ന് കരുതി കുറച്ച് മാത്രമേ മദ്യം കഴിച്ചിരുന്നുള്ളൂ. പക്ഷെ പിന്നീടുണ്ടായത് ഒരിക്കലും എനിക്ക് ഓർക്കാൻ പോലും കഴിയില്ല. അവൻ ആ റെസ്റ്റോറന്റ് തന്നെ അടിച്ചു തകർത്തു. മൈഗയും നെജിയും കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും അവരെ കൊണ്ട് ആർക്കും അവനെ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചതേയില്ല. പാൻറ്റി പറയും, നിനക്ക് നാണമില്ലേ അവന്റെ മാസ്റ്റർ ആണെന്ന് പറയാൻ. അവനെ പിടിച്ചു കെട്ടി കൺട്രോൾ ചെയ്യാനായിട്ട് നിന്നെ കൊണ്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞ് അവള് കാറി തുപ്പുമ്പോ അതിന് മൈഗായി അവൻ എന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആണ്, അവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചാണ് ഞാൻ അവനെ തടഞ്ഞു വെക്കാൻ ശ്രമിക്കാതിരുന്നത്. അന്ന് അവൻ കുടിച്ചത് വളരെ ചെറിയ എമൗണ്ട് മാത്രമാണ്. പക്ഷെ ഇന്ന് തീർച്ചയായിട്ടും അവനൊരു ഫുൾ ബോട്ടിൽ തന്നെ അകത്താക്കിയിരിക്കണം. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാന്ന് പറയുമ്പോ ആന്റി ചെറുതായിട്ട് ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. കട്ട് ചെയ്താ ഇവിടെ വില്ലന് മനസ്സിലാവും ഇവനൊരു UP ഫസ്റ്റ് ഇയർ പേഴ്സൺ ആണ്. അപ്പൊ അവൾക്ക് മനസ്സിലാവും ഇവൻ വളരെയധികം ടെററാണ്. ഇങ്ങനെ ഒരുത്തനെ ഇതിനു മുൻപ് ഞാൻ മീറ്റ് ചെയ്തിട്ടേ ഇല്ല. ലീ കറങ്ങി അടിച്ച് നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ എന്നൊക്കെ ചോദിച്ച് വില്ലന് നേരെ ഓടി വരുമ്പോ അവിടെ എവിടെയോ തട്ടി അങ്ങനെ തന്നെ താഴെ വീഴും. പക്ഷെ അവൻ ചാടി എഴുന്നേറ്റ് ഇപ്പൊ വീണ്ടും വില്ലനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ലീയുടെ ഓരോ അടിയില് വില്ലന്റെ ഓരോ എല്ലുകള് പൊട്ടിക്കൊണ്ടിരിക്കും. ഉടനെ വില്ലന് കലിപ്പായിട്ട് നിനക്ക് ഞാൻ കിമിലിയ ഡാൻസ് കാണിച്ചു തരാന്നും പറഞ്ഞ് വില്ലൻ അവന്റെ എല്ല് വെച്ച് ചാടി മറിഞ്ഞ് വരിഞ്ഞമർന്ന് ഒരുപാട് വീശ് നമ്മുടെ ലീക്ക് നേരെ വീശും. പക്ഷെ നമ്മുടെ ആള് സിമ്പിളായിട്ട് അതിൽ നിന്നെല്ലാം എസ്കേപ്പ് ആയിട്ട് കൂളായിട്ട് നിൽക്കും. നമ്മുടെ ലീ കുട്ടൻ അവൻ ടൈ ജിപ്സുല് പുലിയാണ്. അവൻ വില്ലനെ കറക്കെടുത്ത് നിലത്തടിക്കും. ഓടി വന്ന അവന്റെ എല്ലുകൊണ്ടുണ്ടാക്കിയ ആ ഒരു കത്തി തന്നെ ചവിട്ടി തവിട് പൊടിയാക്കും. എന്ന് അലറിക്കാറി ലീ അവിടെ നിൽക്കുമ്പോ ഇവിടെ കിബയാവട്ടെ അവൻ ഇപ്പോഴും കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നേരത്തെ കണ്ട ആ 3 രൂപം, ആ 3 നിഴൽ രൂപങ്ങള് അവ ഇപ്പൊ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കിമിമാരുവിന് അവൻ ഉപയോഗിക്കുന്നത് ടൈജിപ്സു ആണെന്ന് മനസ്സിലാവും. അവള് പതിയെ പതിയെ ഇപ്പൊ അവന്റെ മൂവ്മെന്റ്സ് അതൊന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും. വില്ലൻ അവന്റെ ഷർട്ട് അഴിച്ചിട്ട് അവന്റെ ശാപക്കുറി അത് തീ പോലെ ഇരിക്കാൻ തുടങ്ങും. എന്നിട്ട് ശബ്ദം ഉണ്ടാക്കി അവന്റെ എല്ലുകള് ഇപ്പൊ ഒന്നൊന്നായിട്ട് പുറത്തെടുക്കും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവൻ ലീനെ മാടി മാടി വിളിക്കും. കിമിമാര് ഓടി വന്ന് ലീനെ അടിക്കാൻ നേരം അവൻ അടികൊണ്ട് താഴെ വീഴും. പക്ഷെ ഇത്തവണ ലീയുടെ മുഖം അവന്റെ എല്ലുകൊണ്ട് മുറിഞ്ഞു. മാത്രമല്ല വില്ലന്റെ ബോഡി മുഴുവൻ അവന്റെ എല്ല് തള്ളി നിൽക്കുന്ന കണ്ട് ലീ ആവട്ടെ ഒരു നിമിഷം ഷോക്കാവും. യഥാർത്ഥത്തിൽ ഇതാണ് വില്ലന്റെ ഗക്കൈ ഗംഗൈ പവർ. ലീക്ക് ഉടനെ ബോധം വരും. അവൻ പേടിച്ച് ആ വില്ലനെ നോക്കി നിൽക്കുമ്പോ ഇവിടെ നാറ ഇപ്പോഴും ആ വില്ലത്തി പെണ്ണുമായിട്ട് മൽപ്പിടുത്തം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവര് രണ്ടുപേരും മസിൽ പിടിച്ച് പിടിച്ച് ഇപ്പൊ വേർത്തൊഴുകാണ്. കട്ട് ചെയ്താ ഇവിടെ കിബയും പട്ടിക്കുട്ടിയും കാട്ടിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ ആ സ്പൈഡർ വില്ലൻ അവന്റെ ബ്ലഡും സ്മെല്ലും എല്ലാം ഉപയോഗിച്ച് അവനെ വിടാതെ പിന്തുടരുകയാണ്. ശരീരം മുഴുവൻ രക്തമായിട്ട് ഇപ്പൊ കിബ അവനൊട്ടും വയ്യാതെ ഒരിടത്തിരിക്കുമ്പോ പതിയെ പതിയെ ആ ഒരു വില്ലന്റെ സ്മെല്ല് അവന് കറക്റ്റായിട്ട് കിട്ടും. കട്ട് ചെയ്ത ലീ ആവട്ടെ അവൻ വില്ലനെ കണ്ട് ഒരുപാട് പേടിച്ചിരിക്കുകയാണ്. എന്റെ കൈ, എന്റെ ബോഡി ഇതൊക്കെ എങ്ങനെ മുറിഞ്ഞു? എനിക്ക് എന്താ സംഭവിച്ചത്? ഞാൻ മരുന്നിന് പകരം കള്ളാണോ കുടിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ലീ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി അവൻ വണ്ടർ അടിച്ചു നിൽക്കും. ആ സമയത്ത് കെമിമാരും ആവട്ടെ അവന്റെ പവറിനെ കുറിച്ച് പറയാൻ തുടങ്ങും. എനിക്ക് എന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് എന്റെ എല്ലാ എല്ലുകളെയും ഈസി ആയിട്ട് നിയന്ത്രിക്കാനായിട്ട് കഴിയും. നിനക്കെന്നെ തൊടാൻ പോലും പറ്റില്ല. കാരണം എന്റെ ബോഡിയിലെ കാൽഷ്യം അതിനെ കൺട്രോൾ ചെയ്താണ് എന്റെ എല്ലുകളെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എനിക്ക് കണക്കില്ലാത്ത എല്ലുകള് എന്റെ ബോഡിയിൽ പുതിയതായിട്ട് സൃഷ്ടിക്കാനും കഴിയും. പക്ഷേ ലീ ഒട്ടും ക്ഷമയില്ലാതെ വില്ലന്റെ ദേഹത്തേക്ക് ചാടി അങ്ങോട്ട് വീഴും. അത് വെറും എല്ലാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ ലീക്കാവട്ടെ 8ന്റെ പണി കിട്ടി അവൻ തെറിച്ചു വീഴും. ഒരടി അത് പാളിയാലെന്താ, ഇപ്പൊ നമ്മുടെ ലീക്കുട്ടന് വില്ലന്റെ എല്ലിന്റെ പവർ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവന്റെ മുൻപിൽ നിന്ന് അറ്റാക്ക് ചെയ്താല് തീർച്ചയായിട്ടും അത് പണി കിട്ടും. പുറകിൽ നിന്ന് നൈസായിട്ട് പണി കൊടുക്കാന്നും പറഞ്ഞ് ലീ ചാടി അവന്റെ പുറകിലൂടെ അടിക്കുമ്പോ പുറകിൽ ഒരുപാട് എല്ലുകള് ആ വില്ലൻ കൊണ്ടുവന്ന് നമ്മുടെ ലീനെ തൂത്തുവാരി വലിച്ചെറിയും. തലയിടിച്ച് അവന്റെ ബോധം പോയി ലീ അവിടെ കിടക്കുമ്പോ ഇവിടെ നാറയാവട്ടെ ഇപ്പോഴും ടയൂയയുമായിട്ട് ഗുസ്തി പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നാറ ടെൻഷനായിട്ട് ഞാൻ വീണ്ടും പെട്ടു. ഇപ്പൊ വീണ്ടും അവന്റെ ഷാഡോ ജിപ്സു അതിന്റെ പവർ തീരാൻ പോവുകയാണ്. മുൻപൊരിക്കല് ഇതേ സിറ്റുവേഷനില് അസുമ രക്ഷിച്ചു. പക്ഷെ ഇത്തവണ എന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. കട്ട് ചെയ്താ ഇപ്പൊ കിബ പോയ ആ അടയാളം നോക്കിയിട്ട് വില്ലൻ തേടി നടക്കും. അപ്പൊ അവിടെ ഒരു മരം കാണും. അതിന്റെ തൊട്ടടുത്ത് കിബയും അവന്റെ പട്ടിക്കുട്ടി ഉണ്ടാവുന്ന കരുതി ചാടി വീഴുമ്പോ അവിടെ ഒരു പൂട പോലും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ 2 സ്വത്തുമണികളും വേറെ എവിടെയോ ആണ് ഒളിച്ചിരിക്കുന്നത്. വില്ലൻ അവരെ തേടി വീണ്ടും പോകുമ്പോ കിബയുടെ മുന്നിലിരുന്ന് വേറൊരുത്തൻ ഹായ് കിബ, എന്നെ മറന്നുപോയോ? ഇത് ഞാനാണെന്ന് പറയും. അതാ വില്ലന്റെ ബ്രദർ ആയിരിക്കും സാക്കൂൺ. അവൻ കിബയുടെ കോട്ട് വിട്ട് ഇപ്പൊ കിബയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവന്റെ കോട്ടില് കിബയുടെ സ്മെല്ലുണ്ട്. അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചാണ് ഇപ്പൊ അവൻ കിബയുടെ തൊട്ടടുത്തെത്തിയത്. എന്നിട്ട് കത്തിയെടുത്ത് ലീക്ക് നേർക്ക് നീട്ടി നിൽക്കും. അടുത്ത നിമിഷം നിന്നെ ഞാൻ കുത്തിക്കൊല്ലും. അതേസമയം ഇവിടെ ആവട്ടെ നമ്മുടെ ലീക്ക് ഇതുവരെ ബോധം വീണിട്ടില്ല. ഇത് നിന്റെ അവസാന ഉറക്കമാണെന്ന് പറഞ്ഞ് വില്ലനാവട്ടെ ഇപ്പൊ ലീനെ കൊല്ലാനായിട്ട് റെഡിയാവും. അപ്പൊ ലീ പതിയെ കണ്ണു തുറന്ന് എങ്ങനെയെങ്കിലും അവനെ പിടിച്ചു വെക്കണം, അല്ലെങ്കിൽ അത് വലിയ അപകടമാണെന്ന് പറഞ്ഞ് അവന്റെ കയ്യിലെ ആ ഒരു ടൈ അഴിക്കാൻ തുടങ്ങും. അപ്പൊ വീണ്ടും വില്ലൻ വണ്ടറടിച്ച് ഇവൻ പറക്കാൻ പോവാണോന്ന് നോക്കി നിൽക്കും. ലീയുടെ ടൈ അഴിച്ച അവന്റെ പവർ അത് ഡബിൾ ആവും. മാത്രമല്ല വില്ലന്റെ ആപ്പീസും പൂട്ടും. ലീക്ക് മനസ്സിലാവും അവന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അധികം നേരമായിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ 8 ഗേറ്റ് തുറന്ന് ഫൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജയിക്കാനാവില്ല എന്നും പറഞ്ഞ് അവൻ ആദ്യമായിട്ട് അവന്റെ ടൈ ഉപയോഗിച്ച് വില്ലനെ ചുറ്റാൻ ആരംഭിക്കും. ഫസ്റ്റ് ഗേറ്റ് ഓപ്പൺ എന്നും പറഞ്ഞ് അവൻ കിമിമാരുവിനെ ചവിട്ടി തെറിപ്പിക്കും. പക്ഷെ വില്ലൻ അവന്റെ എല്ലുപയോഗിച്ചുകൊണ്ട് കാഷ്വൽ ആയിട്ട് അവന്റെ കാല് തന്നെ ലോക്ക് ചെയ്യും. വില്ലൻ ചിരിക്കും. ഇതാണ് നിന്റെ അവസാനത്തെ അടിയെന്നും പറഞ്ഞ് ലീനെ അടിച്ചു കൊല്ലാൻ പോകുമ്പോ
നാര കഷ്ടപ്പെട്ട് അവന്റെ പവർ ഉപയോഗിക്കുമെങ്കിലും അതിപ്പോ പതിയെ പതിയെ റിവേഴ്സ് ആവാൻ തുടങ്ങും. വില്ലെത്തി ചിരിച്ചിട്ട് നാരയുടെ ദേഹത്തേക്ക് അവളുടെ പവർ ഇപ്പൊ ഉപയോഗിക്കാൻ തുടങ്ങും. അവളും കത്തിയെടുത്ത് അവന് നേരെ നീട്ടി നിൽക്കുമ്പോ ഇവിടെ കിബയാവട്ടെ അവനും ഇപ്പോ വില്ലന്റെ കത്തിമുന നോക്കി നിൽക്കാണ്. ഒരേ സമയം നമ്മുടെ 3 ആൾക്കാരും ഇപ്പൊ കുത്തുകൊള്ളാൻ റെഡി ആയിട്ട് നിൽക്കാണ്. ഒരുത്തൻ എല്ലുകൊണ്ടാണെങ്കിൽ ബാക്കി 2 പേരും കത്തി കൊണ്ടാണ് കുത്താൻ നോക്കുന്നത്. ടയുയെ കത്തിയെടുത്ത് അവന് നേരെ വീശുമ്പോ വീഴാണ് വലിയൊരു കാറ്റ് അവൾക്ക് നേരെ. ആ കാറ്റില് അവള് ചുരുണ്ടടിച്ച് നിലത്ത് വീഴുമ്പോ ഇവിടെ കിബയെ കുത്താൻ വന്നവനെ ആരോ പിടിച്ചു വലിച്ച് ഇപ്പൊ തറയിലടിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ലീനെ കുത്താനായിട്ട് അവൻ എല്ലുകൊണ്ട് വരുമ്പോ അവന് സാൻഡ് വെച്ച് ആരോ അടിച്ചു തെറിപ്പിക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ എല്ലാവരും വണ്ടടിച്ച് നിൽക്കുമ്പോ അപ്പൊ നമ്മുടെ ആൾക്കാര് അവരെ കണ്ട് ഞെട്ടിയിട്ട് ഇപ്പം നിങ്ങള് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണോ ചോദിക്കും. അപ്പോഴായിരിക്കും വന്നത് ആരൊക്കെയാണെന്ന് കാണിക്കുക. ടയുയെ തട്ടി എറിഞ്ഞത് ടെമരിയാണ്. അപ്പുറത്ത് കിബയെ രക്ഷിച്ചത് കങ്കൂറ. അപ്പൊ ലീയെ രക്ഷിച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ സാൻഡ്മാൻ ഗാറ തന്നെ. അങ്ങനെ വന്നവരും നിന്നവരും അടി കിട്ടിയവരും എല്ലാവരും പരസ്പരം ഷോക്കായി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.